ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഈ പെണ്ണ് കുറച്ച് റൊമാൻറ്റിക് അവനെ സമ്മതിക്കില്ല. നീലം പീറുപുറത്തോണ്ട് ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. ഉറങ്ങാണോ? നീലൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. അല്ല, ഡാൻസ് കളിക്കാൻ എന്താ കൂടണ? കിടന്നു ഉറങ്ങാൻ നോക്ക് നീല. ഓ, അത് പറഞ്ഞ് മലർന്നു കിടന്നവൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പൂൻ്റെ അവസ്ഥ ഏറെക്കുറെ അത് തന്നെയായിരുന്നു. നീലൻ അപ്പൂന് നേരെ തിരിഞ്ഞു. അവളെന്തോ ആലോചിച്ച് കിടക്കുമെന്ന് മനസ്സിലായതും നീലൻ അവളുടെ അരികിലേക്ക് കുറച്ചുകൂടെ നീങ്ങിക്കിടന്നു. പതിയെ ഒരു കൈയും കാലും അവളുടെ മേലേക്ക് കയറ്റി വെച്ചു. അപ്പൂന് തലതിരിച്ചു നോക്കി. എന്താ ഉദ്ദേശം? ദുരുദ്ദേശം മാത്രം. നീ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തേ? രാത്രിയായ ഉറക്കേ വരില്ല. പകലാണെങ്കിൽ വെറും ഉറക്കം മാത്രം. എല്ലാം അമേരിക്കയിലും മറ്റും ജനിക്കേണ്ടിയാണ് ഞാൻ. ഇതാണോ നീ ഇത്രയും കടന്ന് ചിന്തിച്ച് ആലോചിച്ച് കിട്ടിയേ? അതെ, എന്തേ? അവനെ നേരെ തിരിഞ്ഞു കിടന്ന് അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഉറങ്ങിക്കോ. നീലൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചു. ഇവിടെ അവൾ മറ്റേ കവൾ കൂടെ കാണിച്ചു കൊടുത്തു. നീലൻ മറുകവളിൽ ഉമ്മ വെച്ചു. പതിയെ അവളുടെ ചുണ്ടിനരികിലേക്ക് എത്തി നിന്നു. അത് മനസ്സിലാക്കിയ അപ്പു പതിയെ കണ്ണുകൾ അടച്ചു. നീലൻ പതിയെ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഒരു കൈ കൊണ്ട് അവളുടെ പിൻകയറ്റിൽ വെച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ലോകത്ത് ഞാൻ വേറെ ആരെയും ഇത്ര സ്നേഹിച്ചിട്ടില്ല. അത് കേട്ട് നീലൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിൽ നിന്ന് എങ്ങോട്ടും പോകുമല്ലേ ഏട്ട പെണ്ണെ? ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകാനാ നീല? ഞാൻ സ്നേഹിച്ചവര് എന്നെ സ്നേഹിച്ചിട്ട് എന്നെ വീട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാ. ഇനി നീ കൂടെ പോയാ പിന്നെ ഈ നീലനില്ല. എൻ്റെ ഈ നീലനെ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു. ഒപ്പം നീലനും. പിറ്റേന്ന് നീലൻ ക്ലാസ്സിൽ പോവണ്ടെന്ന് പറഞ്ഞ കാരണം അപ്പു ക്ലാസ്സിൽ പോയില്ല. എങ്കിലും നേരത്തെ എണീറ്റു. അല്ലെങ്കിൽ ആർദ്രയുടെ വക ഓരോന്ന് കേൾക്കേണ്ടി വരും. അടുക്കളയിൽ വല്യമ്മയും ആർദ്ര ഉള്ളതിനാൽ അപ്പു ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. നീലന് ഇന്ന് പോവില്ല എന്ന് പറഞ്ഞിരുന്നു. വല്യമ്മ ഇന്ന് പോകുന്ന കാരണം എന്തൊക്കെയോ വാങ്ങിക്കാൻ നീലൻ പോവാൻ റെഡിയാവുകയാണ്. മുറ്റത്ത് അവിടെ ഇവിടെയും കുറച്ച് പുല്ല് വളർന്നിട്ടുണ്ട്. അത് പറിച്ച് കളയാത്തതിന് ആർദ്ര ഇന്നലെ കളിയാക്കിയിരുന്നു. അതിനാൽ അപ്പു മുറ്റത്തെ പുല്ലുകൾ പറിച്ച് കളയുമ്പോഴാണ് ബാഗും തൂക്കി ഒരു പയ്യൻ കടന്നു വന്നത്. ഇതിനു മുമ്പ് ഇവിടേക്ക് ട്യൂഷൻ വന്നവരിൽ ഒരു കുട്ടിയാണത്. നീലം മ്യൂസിക് ക്ലാസ് ബസ് സ്റ്റോപ്പിനടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് മാറ്റിയതോടുകൂടെ ട്യൂഷൻ ഇപ്പോൾ അവിടെയാണ്. അപ്പുവിനെ കണ്ടത് ആ പയ്യൻ പരിചയഭാവത്തിൽ ചിരിച്ചു. അപ്പു തിരിച്ചു. കാർത്തി മാഷില്ലേ ചേച്ചിയുടെ? അകത്തുണ്ട്, വിളിക്കാം. അപ്പു ചൂല് താഴെ ഇട്ട് അകത്തേക്ക് നടന്നു. അപ്പു ചെന്ന് വിളിച്ച നീല ഒരു ടെക്സ്റ്റ് ബുക്ക് അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. നിന്നോട് കാർത്തി മാഷ് 2 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു. ആളൻ ടൗണിലേക്ക് വരുന്നുണ്ട്, ഒപ്പം പോവാന്ന്. അമ്മേ, പോകുന്ന വഴി എനിക്ക് ട്യൂഷൻ പഠിപ്പിക്കാനായിരിക്കുമോ? അവൻ ചോദിക്കുന്നത് കേട്ട് അപ്പുവിന് ചിരി വന്നു. ഏയ്, നിന്റെ കാർത്തി മാഷ് ഓട്ടോയിലായിരിക്കും പോകുന്നത്. പോകുന്ന വഴിയല്ലേ സ്കൂള്. അപ്പം നീ വെറുതെ നടന്നു പോകണ്ടെന്ന് കരുതിയായിരിക്കും. അപ്പു പറഞ്ഞ അവൻ്റെ മുഖത്തൊരാശ്വാസം നിറഞ്ഞു. ഇതാ, ഈ ടെസ്റ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ നീട്ടി പറഞ്ഞു. ആ പയ്യൻ ബാഗ് ഒരു സ്റ്റെപ്പിലേക്ക് ഇരുന്നു. ഇന്നലെ ട്യൂഷന് വന്നപ്പോൾ ക്ലാസ്സിൽ ടെസ്റ്റ് വെച്ചപ്പോൾ ഞാൻ മറന്നു. ക്ലാസ്സിൽ ടെസ്റ്റ് ഇല്ലാതെ പോയാൽ ടീച്ചറെ നീപ്പിച്ച് നിർത്തും. ഇപ്പോഴും ഈ വകാചാരങ്ങളുണ്ടല്ലേ? ഇതിനൊക്കെ ഞാൻ എല്ലാ ദിവസവും എല്ലാ ബുക്കും ഏറ്റിക്കൊണ്ട് പോയിരുന്നു. വീട്ടിൽ വന്ന ബുക്ക് പുറത്തു പോലും എടുക്കില്ല. അതുകൊണ്ടെന്താ, എൻ്റെ സ്കൂളിലെ ബുക്കുകൾക്ക് ഒന്നും ഒരു കേടുപാടും ഇല്ല. പുതിയതുപോലെയാണ് ഇപ്പോഴും. അപ്പം നമ്മളൊക്കെ ഒരേ വൈബാണല്ലേ? അവൻ അപ്പുവിന് ഹൈഫൈ കൊടുത്തു. നോക്കട്ടെ നിന്റെ ബുക്ക്. അപ്പു ബുക്ക് വാങ്ങി തുറന്നു നോക്കി. ആഹാ, ഹിന്ദിയാണല്ലോ. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ. പണ്ട് മേം എക് മിടുക്കി ഹേ ഇൻ ഹിന്ദി എക്സാം. ആണോ? ശരിക്കും?
പിന്നല്ലാതെ, എന്തായാലും കുറച്ച് ഹിന്ദി പഠിപ്പിച്ച് കളയാം. കുറേ കാലമായി രാഷ്ട്രഭാഷ റീഡ് ചെയ്തിട്ട്. അപ്പോൾ അത് പറഞ്ഞ ടെസ്റ്റിലേക്ക് നോക്കി. ഇസ് ദുനിയമേ കോയി നഹി എന്ന് വെച്ചാൽ എന്താ ചേച്ചി? ഈ ലോകത്ത് കോഴിയില്ലാന്ന്. കോയി ബാത്ത് നഹി, അതെന്താ? കോഴി കുളിക്കാറില്ലാന്ന്. വോ മുജ്സെ പൂച്ച എന്ന് വെച്ചാ അവൻ എൻ്റെ പൂച്ചയെ ചോദിച്ചു. വോ ബാർ ബാർ പൂച്ച, എന്നാലും ബാറിലും അവൻ പൂച്ചയെ ചോദിച്ചു. കീ തും ബഹി മേരാ സാത്താവോ, നീ തുമ്പിയെ പിടിക്കാൻ വരുമോ? കേരള സേ ആനെ വാലാ ഹേ എന്ന് വെച്ചാ കേരളത്തിന് ആനവാൽ കിട്ടുന്നു. അത് പറഞ്ഞ അപ്പോൾ ബുക്കടച്ചും പിന്നിൽ ആർദ്ര അന്തം വിട്ടു നിൽക്കുന്നു. അപ്പോഴേക്കും നീലൻ റെഡിയായി പുറത്തേക്ക് വന്നു. ചേച്ചി എന്നാ ശരി, പിന്നെ കാണാട്ടാ. അവൻ ബുക്ക് ബാഗിൽ വെച്ച് നീലനൊപ്പം ഇറങ്ങി. നീലൻ അപ്പുവിനെ നോക്കി തലയാട്ടി പുറത്തേക്ക് പോയി, കൂടെ പയ്യനും. അപൂർണയ്ക്ക് ഹിന്ദി നന്നായി അറിയാലേ. എന്തേ ചേച്ചിക്ക് ഹിന്ദി അറിയില്ലേ? ഇല്ല, എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ല. അത് കേട്ടത് അപ്പുവിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എനിക്ക് നന്നായി ഹിന്ദി അറിയാർദ്ര ചേച്ചി. നീലം പോലും ചില സമയങ്ങളിൽ സംശയം വരുമ്പോൾ എന്നോട് ചോദിക്കണേ. അത് പറഞ്ഞ അപ്പു മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ബാക്കി മുറ്റം കൂടെ അടിച്ചു തീർത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും വല്യമ്മയും ആർദ്രയും പോവാൻ റെഡിയായി. നീലൻ്റെ എമ്മയ്ക്കും ആരൂട്ടനും വാവയ്ക്കും വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതൊക്കെ അപ്പു പാക്ക് ചെയ്യുമ്പോഴാണ് വല്യമ്മ അവിടേക്ക് വന്നത്. മോളെ. എന്താ വല്യമ്മ? ആർദ്രയുടെ പെരുമാറ്റം മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം. മോളെന്നോട് ക്ഷമിക്കേ. വല്യമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അപ്പുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ച് ആർദ്ര പലതും മോളെ പറഞ്ഞിട്ടും വല്യമ്മയ്ക്ക് എതിർക്കാനോ തിരിച്ചു പറയാനോ കഴിഞ്ഞിട്ടില്ല. ശരിക്കും വൃത്തികേടാണ്ട കുഞ്ഞ്. അവിടെ രമ്യയുടെ കാര്യം വളരെ കഷ്ടമാണ്. ആദ്യം അവളുടെ അമ്മയും കൂടെ രമ്യ വല്ലാതെ കഷ്ടപ്പെടുത്തുക. അടുത്ത മാസം അവർ വീട് മാറും. അതുവരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആർദ്രയും വരാൻ തിരക്ക് കൂട്ടുമായിരുന്നു. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ മോളോരോന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറയണമെന്ന് കരുതിയതാ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്താൽ ആ ദേഷ്യം മുഴുവൻ രമ്യയോട് പോയി തീർക്കും. മോളെന്നോട് ക്ഷമിക്കേ. ഒരമ്മയുടെ സ്വാർത്ഥത കൊണ്ടാ. നമുക്ക് ഒരുപാട് സങ്കടമായില്ലേ? ഇല്ല വല്യമ്മ, ഒന്നും സാറില്ല. അപ്പോൾ അവരാശ്വസിപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങുക കാർത്തിയേട്ടാ. നൂലുകെട്ടിൻ്റെ തലേന്ന് തന്നെ വരണോട്ടാ. ആർദ്ര പറഞ്ഞു. നീലൻ തലയാട്ടി. വല്യമ്മ ആർദ്രയും പോകുന്നു നോക്കി അപ്പു നീലനും ഉമ്മർത്ത് തന്നെ നിന്നു. ആശ്വാസമായ നീലൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തിന്? ആർദ്ര പോയേന്. അങ്ങനെ ചോദിച്ച ആശ്വാസമുണ്ട്. അവക്ക് എൻ്റെ സ്വഭാവം ശരിക്കറിയില്ല. അപ്പു കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് കുറച്ച് സ്നേഹിച്ചാലാ? നീലൻ ചോദിച്ചു. അപ്പ തല ധരിച്ചു നോക്കി. എന്ത്? നമുക്ക് കുറച്ച് സ്നേഹിക്കാന്ന്. നീലൻ അത് പറഞ്ഞ് അവളെ ഉയർത്തിയെടുത്ത് അകത്തേക്ക് നടന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.